ഗൈസ് രാവിലെ തന്നെ ഉറക്കപ്പിരാന്നിൽ പോണ ജിമ്മുക്കാണേ. അങ്ങനെ 100-110 വേഗം മിന്നി. എന്താ അറിയാ, ഇന്ന് രാവിലെ ജിമ്മുക്ക് പോയ ഭയങ്കര എനർജിയാ. ഇന്ന് എനിക്ക് ഷോൾഡറിന് കളി. അങ്ങനെ മുക്കിക്കാണ് എന്റെ പരിപാടിയും തുടങ്ങി. സംഭവം ഇതൊക്കെ കാണാൻ രസമാണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ഗതികേടാ. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെയ്യാൻ അറിയാം. ഈ നിസാറാണ് 6 പാക്ക് ആവാൻ വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുണ്ട്. ഓനാണെങ്കിൽ 5 മിനിറ്റ് വർക്കൗട്ട് 1 മണിക്കൂർ വർത്താനുമാണ്. അങ്ങനെ എന്തൊക്കെയാ കാട്ടി ഷോൾഡർ വർക്കൗട്ടും കഴിച്ചു. പിന്നെ 4 ആംസ് സ്ട്രോങ് ഒക്കെ പെരീക്കാണ് പോയി. പിന്നെ കുറച്ച് പ്രോട്ടീനും തിന്നു. ഇന്ന് വെള്ളിയാഴ്ച കുളിച്ചു മാറി ജുമാക്കാൻ ഇറങ്ങി. ഈ വെയിലത്തൊന്നും പുറത്തേക്ക് തന്നെ ഇറങ്ങൂല. പള്ളിക്കെത്തിയപ്പോ കണ്ട കഴിച്ചതൊക്കെ ഓൻ തെക്ക് ബീറിട്ട് മാത്രം ഉള്ളിൽ കയറലുള്ളൂ. ഓനും ഞാനാണ് ഒന്നും നേരം വെക്കുന്ന ടീം. തൊമ്പുണി എല്ലാ വെള്ളിയാഴ്ച തൊപ്പിട്ട് സുജായാണ് വരും. പിന്നെ സൽമാൻ പറഞ്ഞു വീഡിയോ എടുത്തോ 3 അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാണ്ട് സോറിയും പറഞ്ഞ് പെരീക്കാണ് പോയി. അങ്ങനെ വൈകുന്നേരം ഇപ്പൊ അങ്ങാടിക്കാണ് ഇറങ്ങി. ഈ ചങ്ങായിക്ക് ട്രെയിൻ മിസ് ചെയ്യണോ, ഗുജറാത്തിക്ക് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അലിബാനെയും കൂട്ടി വെറുതെ എങ്ങടെയും സർക്കിട്ട് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചില്ല, വലിയ പ്ലാനിങ്ങിലേനു. അങ്ങനെ പോയി ഞങ്ങൾ കൊണ്ടോട്ടിയിലെത്തി. ഇവിടെ ആണെങ്കിലും ഫുള്ള് നായ്ക്കളെ സംസ്ഥാന സമ്മേളനം. ഓൽക്ക് ഫ്ലൈറ്റ് പൊങ്ങണ് കാണണം, അതിനാണ് ഇപ്പൊ പോകുന്നത്. ഈ ബോർഡിലൊക്കെ എന്തൊക്കെയാ എഴുതിക്കണേ. അങ്ങനെ അങ്ങോട്ട് പോയൊക്കെ അവിടെ കല്യാണത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുന്ന് നോക്കിയ ടേക്ക് ഓഫ് അടിപൊളിയായി കാണാം. എന്തായാലും ഈ 3 ആൾക്കാരെ കഥ ഇപ്പോഴും വിമാനം പൊന്നിട്ട് കണ്ടോണ്ടിരിക്കണേ. അങ്ങനെ അടിയിലൊരു തോടുണ്ടായിരുന്നു, കാണാൻ പോയി. ഈ മതിലിന്റെ അപ്പുറത്താണ് എയർപോർട്ട്. ഈ ചങ്ങായിനെ കടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കണ്ടേ. ഇവിടെ ആണെങ്കിലും നല്ല തണുത്ത അടിപൊളി കാറ്റോണ്ട് മുടിയും ശരിക്ക് നിക്കണില്ല. കുറുക്കന്റെ കണ്ണ് എങ്ങോട്ടാ പോണെന്ന് പിന്നെയല്ല മനസ്സിലായത്. പിന്നെ ഇരുട്ടാവാനായപ്പോ അവിടെ നിന്ന് പോന്നു. സംഭവത്തിൽ ആമ്പലൊന്നും ഇല്ലല്ലോ, ഫുള്ള് മുമ്പിലേനു. ഇന്നലെ ലെഗ് വർക്കൗട്ട് ആയതുകൊണ്ട് കാലൊക്കെ ഗത പോലേനു. അങ്ങനെ ഒരു പ്ലെയിന് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3 വട്ടന്മാർ ഉസുറും പുള്ളിയാ തൊള്ളിയും പൊളിച്ച് നോക്കിക്കണോ. സംഭവം ഈ വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ അവിടുന്ന് പോന്നു. ഒരു കോഫി എഗ്ഗും സോഡയും കുറിച്ച് പെരീക്കട് പോയി. അപ്പൊ ഇന്നത്തേക്ക് ഓക്കെ.